കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വന്ദനം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പത്രോസ് എഴുതിയ 1-2 വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ് നാം ശ്രവിച്ചും ചിന്തിച്ചും പഠിച്ചും പഠിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. നാം രാജകീയ പുരോഹിതവർഗത്തെ ദൈവം പുതിയ നിയമത്തിൽ 5 ശുശ്രൂഷകളെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ 4-ാമത്തെ ശുശ്രൂഷയാണ് ഇടയൻ, പോയ്മൻ, എബ്രായ ഭാഷയിൽ റാഹ്, ആടിനെ തീറ്റിക്കൊണ്ടിരിക്കുന്നവൻ, ആ ശുശ്രൂഷയിലായിരിക്കുന്നവൻ. റിട്ടയർഡ് ആളല്ല, ഇടയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ ആടിൻ്റെ ഇടയനാകുന്നില്ല. വൺ ഹു ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ഫീഡിങ് ഹിസ് ഷീപ്പ്, ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുന്നവൻ. വൺ ഹു ഈസ് ടെൻഡിങ് ദ ഷീപ്പ്. സംശയമുണ്ടെങ്കിൽ ഏതെങ്കിലും നിഘണ്ടുവിൽ നിങ്ങൾ നോക്കിയാൽ മതിയാകും. ദൈവത്തിൻ്റെ സഭയാകുന്ന ആട്ടിൻകൂട്ടത്തിൽ വിവിധ ഇനം ആടുകൾ ഉണ്ടെന്നുള്ള വിഷയമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. അതിൽ 1-ാമത്തേത് ചെമ്മരിയാട്, പ്രൊബാറ്റോൺ, ഷീപ്പ്, മുൻപോട്ട് പോകുന്നത്. 2-ാമത്തേത് ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലാംബ് ഓഫ് ഗോഡ് അഥവാ അംനോസ്, നിഷ്കളങ്കമായത്, യാതൊരുവിധമായ കളങ്കമോ വാട്ടമോ മറ്റ് യാതൊരു ഇച്ഛകളോ ഇംഗിതങ്ങളോ ഇല്ലാത്ത കുഞ്ഞാട്. 3-ാമത്തെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ വാക്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ താൻ ചെല്ലുന്ന പട്ടണത്തിൽ അല്ലെങ്കിൽ ഗ്രാമത്തിൽ തനിക്ക് മുൻപായി അയച്ചു. മുൻപായി അയക്കപ്പെട്ടവരെ അംബാസഡേഴ്സ് എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് അയച്ചതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പോകുവീൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രായമായവരാണ്. പത്രോസിന്, തോമസിന്, അന്ത്രയോസിനൊക്കെ എത്ര പ്രായമുണ്ടെന്ന് നമുക്കവിടെ എഴുതപ്പെട്ടിട്ടില്ല. പക്ഷേ അവരെല്ലാവരും പ്രായപൂർത്തിയായവരും 30 വയസ്സുള്ള കർത്താവിനെക്കാട്ടിൽ പ്രായം കൂടിയവരുമാണ്. അപ്പോൾ ആത്മീയ ഗോളത്തിൽ ആടുകളായി വരപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ പ്രായം എത്ര ആയാലും കുഞ്ഞാടുകളുടെ സ്വഭാവമുള്ളവരായിരിക്കണം. ഒരു വ്യക്തിയെ ഒരിക്കൽ കർത്താവ് കണ്ട ശേഷം പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രയേല്യൻ, ഇവനിൽ കപടമില്ല. കുഞ്ഞാടുകൾ കപടമുള്ളവരായിരിക്കരുത്. സഭായോഗത്തിന് വരുമ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ ഏർപ്പെടുമ്പോഴും വിദേശ പര്യടനങ്ങൾ നടത്തിയാലും ശരി, കാപട്യമില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ, ഹൃദയത്തിൽ അകൃത്യം കരുതിക്കൊണ്ടും ദ്രവ്യാഗ്രഹം കരുതിക്കൊണ്ടും ശുശ്രൂഷകൾ ചെയ്യുന്നവർ ആകരുത്. അങ്ങനെയുള്ള കുഞ്ഞാടുകളെ ഹാർനോസ് എന്ന പദം കൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. HARNOS എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് ചില ദിവസങ്ങൾ കഴിഞ്ഞു, അല്പം വളർന്നു, കട്ടിയേറിയ തൂപ്പുകൾ തിന്നുകയില്ല, ഇളയ പുല്ലുകളും ഇളയ തൂപ്പുകളും കടിച്ച് തിന്നും. അമ്മയുടെ പാൽ മാത്രമല്ല, വെള്ളവും കുടിക്കും. അങ്ങനെ അല്പം വളർന്നതും ഓടി നടന്ന് ആടുകളുമായി കൂട്ടായ്മ ആചരിക്കുന്ന ആടുകളാണ് കുഞ്ഞാടുകൾ അഥവാ ഹാർനോസ്. അമ്മപ്പാൽ മാത്രമല്ല, അത് ഇളം പുല്ലും തിന്നും. എത്ര നാളാണ് നമ്മൾ ഈ 50-60 വർഷമൊക്കെ ആത്മീയ കോളത്തിലായിട്ടും ഇപ്പോഴും കട്ടിയായ ഭക്ഷണം കഴിപ്പാൻ കഴിവില്ലാത്തവരായി, ഇന്ദ്രിയ ശേഷി കുറഞ്ഞവരായി, ദഹനശേഷിയില്ലാത്തവരെയൊക്കെ നിൽക്കുന്നത്? അരുത് പ്രിയപ്പെട്ടവരെ. പ്രായമനുസരിച്ച് പൗലോസ് പറയുന്നുണ്ട്, പ്രായം നോക്കിയാൽ നിങ്ങളിൽ പലരും ഉപദേഷ്ടാക്കന്മാരായി. പക്ഷെ ഇപ്പോഴും കട്ടിയായ ഭക്ഷണമല്ല കഴിക്കുന്നത്. 4-ാമത്തെ ഗ്രൂപ്പിലേക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാമത്തെ വാക്യം. കുഞ്ഞാടുകളെ മേയ്ക്കുക, ഫീഡ് അഥവാ ഗ്രേസ്, GRAZE, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ലാംസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്ന പദം യവന ഭാഷയിൽ ഹർണിയ എന്നാണ്. കുഞ്ഞാടുകൾക്ക് ഹർനോസ് എന്നും അല്പം കൂടെ വളർന്നതിനെ ഹർണിയ എന്നും. മേച്ചൽ സ്ഥലത്ത് പോകുവാൻ തക്ക പ്രായം. ജനിച്ചുടനെ വീഴുന്ന കുഞ്ഞുങ്ങളെ ആലയിൽ തന്നെ വെച്ചേക്കും. അല്പം കൂടെ വളർന്നതിനെ ആലയ്ക്ക് ചുറ്റും വിടും. വളർന്ന പക്വതയായതിനെ മേച്ചൽ സ്ഥലത്തേക്ക് വിടും. 4-ാമത്തെ വിഭാഗത്തിൽപ്പെട്ടവർ. ഒരു സഭയിൽ തന്നെ 10, 20, 35, 40 വർഷമായവരിപ്പോഴും അതിനകത്ത് തന്നെയൊക്കെയാണ് കഴിയുന്നത്. പുറത്ത് യാതൊരു ശുശ്രൂഷയ്ക്കും പോവുകയില്ല. ഈ മേച്ചിൽ സ്ഥലവും ആലയുമൊക്കെ വിട്ട് പുറത്തു പോയി ശുശ്രൂഷിക്കണമെന്ന് ദൈവ സഭയെ കുറിച്ച് സംബന്ധിച്ച് കർത്താവ് പഠിപ്പിക്കുന്ന വിഷയമാണ്.
അതുകൊണ്ട് ദയവ് ചെയ്ത് ആ 4 ചുവരുകൾക്കുള്ളിലും ആ വില്ലേജിൻ്റെ മൂലയ്ക്കുള്ള ആ റോഡിലും മാത്രം താമസിക്കാതെ പുറത്തേക്ക് പോയി കർത്താവിൻ്റെ വചനം പറയുവാനും വചനം ശുശ്രൂഷിപ്പാനും തക്കവണ്ണം വിശ്വാസികൾ മുന്നോട്ട് പോകണം എന്ന് ഓർപ്പിക്കുന്നു. അങ്ങനെയുള്ളവരാണ് ഹർണിയ എന്ന പദം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 5-ാമത്തെ വിഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ 16-ാമത്തെ വാക്യത്തിലാണ്. എൻ്റെ ആടുകളെ പാലിക്കണം, എൻ്റെ ആടുകളെ പാലിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പം ആടുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആടുകളെ പാലിക്കുന്നവനാണ്. ഇന്നത്തെ കാര്യം നോക്കുമ്പോൾ ആടുകളാണ് ഇടയന്മാരെ പാലിക്കുന്നത്. ആടുകൾ ഇടയന്മാർക്ക് കൽപ്പന കൊടുക്കുന്നു, മാർഗനിർദ്ദേശം കൊടുക്കുന്നു. എൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, 10, 45, 50, 55, 60 വയസ്സുള്ള പരിചയസമ്പന്നരായ കർത്തൃദാസന്മാരെ പോലും 22, 25 വയസ്സുള്ള വിശ്വാസികളാണ് പഠിപ്പിക്കുകയും കൽപ്പന കൊടുത്ത് നടത്തുകയും ചെയ്യുന്നത്. ഇവർ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഈ പിള്ളേർ ജനിച്ചിട്ട് പോലുമില്ല. ആടുകളെ പാലിക്കുവാനാണ് ദൈവം ഇടയന്മാരെ ആക്കിയിരിക്കുന്നത്. ടെൻഡ് ദ ഷീപ്പ്. പോയ്മാംനെ എന്ന് പറഞ്ഞാൽ ആടുകളെ തീറ്റുക. പ്രായപൂർത്തിയായ, വഴി തെറ്റാതെ, ദുഷ്ടമൃഗങ്ങൾ ഉള്ളിടത്ത് പോകാതെ നല്ല മേച്ചൽ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോയി പരിപാലിക്കണം. അപ്പോൾ എവിടെയൊക്കെയാണ് ഈ അപകട മേഖലയല്ലാത്തതെന്ന് അറിയാവുന്ന ഇടയൻ ആടുകളെ നല്ല സ്ഥലത്ത് കൊണ്ടുപോയി പാലിക്കണം എന്നാണ് കർത്താവ് തൻ്റെ ശിഷ്യനായിരുന്ന പത്രോസിന് കൊടുത്ത ശുശ്രൂഷ. അടുത്ത വിഷയത്തിലേക്ക് വരാം. യോഹന്നാൻ 21:17 വീണ്ടും പറയുകയാണ്, എൻ്റെ ആടുകളെ പാലിക്കുക. ഗ്രേസ് ദ ഷീപ്പ്. അവിടെ കൊടുത്തിരിക്കുന്ന പദം പ്രോബാറ്റ എന്നാണ്. അത് കുഞ്ഞാടുണ്ട്, അല്പം വളർന്നതുണ്ട്, ആട്ടിൻകൂട്ടം. It consists of the newborn babes, little grown up babes and adult as well as elderly. എല്ലാത്തിനെയും ചേർന്നതിനെ. സ്തോത്രം. പണ്ടൊരിക്കൽ ദൈവത്തിൻ്റെ ദാസൻ സഭയിൽ പ്രശ്നമുണ്ടായി പരിഹരിപ്പാനായി മുതുമൂപ്പന്മാരായ ദൈവദാസന്മാർ വന്നപ്പോൾ പറഞ്ഞു, അച്ചായ എനിക്ക് ഈ സഭയിൽ പറ്റുകയില്ല. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്നെ ദൈവം വിളിച്ചിരുന്നത് കുഞ്ഞാടുകളെ മേയ്ക്കാനാണ്, സിംഹക്കുട്ടികളെയും പുലിക്കുട്ടികളെയും മേയ്ക്കാനല്ലെന്ന്. ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഈ വിധത്തിലുള്ള സകലവിധ ആടുകളും ഉൾപ്പെട്ട് നിൽക്കുന്ന കൂട്ടത്തെ മേയ്പ്പാനും പരിപാലിപ്പാനുമാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഒരു പ്രത്യേക വിഭാഗത്തെ പരിപാലിക്കുവാൻ വേണ്ടി മാത്രമല്ല. 1-ാം ഇനത്തിൽപ്പെട്ട ആടുകൾ തള്ളപ്പാൽ മാത്രം കുടിക്കുന്നു. കൊരിന്ത്യർ 1 ലേഖനം 3-ാമത്തെ 2-ാമത്തെ വാക്യം, ആത്മീയ ശിശുക്കളായിരുന്നപ്പോൾ പാലത്രേ തന്നത്. വചനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 5:12, പ്രായപൂർത്തിയായിട്ടും ആദ്യ പാഠം എന്ന പാലത്ര ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. 15 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ സാക്ഷ്യം 20 കൊല്ലം കഴിഞ്ഞപ്പോഴും അതേ സാക്ഷ്യം. ഇപ്പോഴും കൊച്ചു കുഞ്ഞല്ലേ, ആത്മീയ കുഞ്ഞിൽ. സ്തോത്രം. അരുത്. 5-ാമത്തെയും 13-ാമത്തെ വാക്യം, അത് നീതിയുടെ വചനത്തിൽ പ്രായപൂർത്തിയാകാത്തത് കൊണ്ടത്രേ ഇപ്പോഴും ആത്മീയ ശിശുക്കളായിരിക്കുന്നത്. പത്രോസിൻ്റെ 2:2, വളരേണ്ടതിന് അതുകൊണ്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ അല്ല, മായമില്ലാത്ത പാൽ എന്ന പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. സഭയിൽ കിട്ടുന്നത് മാത്രം പോരാ കേട്ടോ. സഭകളിൽ കിട്ടുന്നതും കേൾക്കുന്നതുമൊക്കെ ഗൈഡൻസ് മാത്രമാണ്, മാർഗനിർദ്ദേശം മാത്രമാണ്. എഴുത്ത് വായിക്കകത്ത് വെച്ച് തരുന്ന ശുശ്രൂഷയല്ല. കൊണ്ടുപോകും, നിങ്ങൾക്ക് ഭക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് തിന്നാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ദൈവവചനത്തെ തനി ഇരുന്ന് പഠിക്കണം. പൗലോസ് തെസ്സലോനിക്കരെ വാനോളം പുകഴ്ത്തി അവരുടെ വിശ്വാസം ആത്മീയഗോളത്തിൽ എല്ലായിടത്തും പ്രസിദ്ധമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ബെരോവയിലെ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവർ തെസ്സലോനിക്കയിലുള്ളവരെക്കാട്ടിലും ശ്രേഷ്ഠന്മാരാണ്. വിശ്വസിച്ചവർ മാത്രമല്ല, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനവും ഞങ്ങൾ പഠിപ്പിച്ച ദൈവവചനവും അങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനം ആരാഞ്ഞു നോക്കിയെന്ന്. അന്ന് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളൊന്നുമില്ല കേട്ടോ.
പഴയ നിയമത്തിലും ഉദ്ധരിച്ച ദൈവത്തിൻ്റെ വചനം ഇവരിങ്ങനെ പറയുന്നല്ലോ, അതങ്ങനെ തന്നെയാണോ എന്ന് 39 ഗ്രന്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന തോറ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു നോക്കി അതിൽ നിന്ന് ഉറപ്പുവരുത്തുമായിരുന്നു. കേൾക്കുന്നത് അങ്ങനെ കേട്ടേച്ചും കിട്ടിയത് മുഴുവൻ വിഴുങ്ങിക്കൊണ്ടും പോകരുത്. ആത്മീയകോളത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതാണ്. പ്ലാറ്റ്ഫോമുകളിലും മേടകളിലും കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്, വിശ്വസിച്ചിട്ട് പോകരുത്. അത് ദൈവവചനത്തിലുള്ളതാണോ എന്നൊന്ന് ശോധന ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ ആര് പ്രസംഗിച്ചാലും ഏതവസ്ഥയിൽ പ്രസംഗിച്ചാലും തള്ളേണ്ടതിനെ തള്ളണം. എൻ്റെ ശൈശവകാലത്ത് ഞാൻ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ മലയാളത്തിൽ ഒരു പ്രത്യേക പാഠമുണ്ടായിരുന്നു. വൃത്താന്തപത്രം, ന്യൂസ് പേപ്പർ. അതിൻ്റെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നതാണ്, എന്നെ പുറത്തുവിടുന്നത് എഡിറ്ററാണ്, ചീഫ് എഡിറ്റർ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാട്ടിൽ നടക്കുന്നതും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നതുമായ വിഷയങ്ങളൊക്കെ വരും. അദ്ദേഹം അത് വായിച്ചു നോക്കി എടുക്കേണ്ടതിനെ എടുക്കും, തള്ളേണ്ടതിനെ തള്ളും. വാത്സല്യ ദൈവമക്കളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനപത്രങ്ങളാണ്. എടുക്കേണ്ടത് എടുക്കുക, അരുതാത്തത് ദൂരെ കളയുക. ഏത് വിധത്തിൽപ്പെട്ട ആടോ അവിധത്തിൽപ്പെട്ട ആടിന് അതിൻ്റേതിനാവശ്യമായ ദഹിക്കുന്ന വിധത്തിലുള്ള ആഹാരം കൊടുക്കുന്നവനായിരിക്കണം ഇടയൻ. ഗ്രേസ്, GRAZD എന്ന പദത്തിന് ഇളം പുല്ല് തീറ്റുക എന്നും വളരുവാൻ തായ്പാല് കൊടുക്കുക എന്നുമാണ് അർത്ഥം. ടെന്റ് എന്ന പദത്തിന് അപകടസ്ഥലം ഒഴിവാക്കി തീറ്റുക, മേയ്ക്കുക എന്നാണ് അർത്ഥം. ബോസ്കോ എന്ന പദത്തിന് ഇളയതിനുള്ളതും വലിയതിനും സന്ധാരണത്തിനാവശ്യമായ ഭക്ഷണം അതതിൻ്റെതായ രീതിയിൽ കൊടുക്കുക എന്നും അർത്ഥം. അതാണ് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ പത്രോസിനോട് കൊടുത്ത നിയോഗം. മത്തായി എഴുതിയ സുവിശേഷം 25:32 അടുത്ത ഒരു ആട്ടിൻ കൂട്ടത്തെക്കുറിച്ചും വർഗത്തെക്കുറിച്ചും കാണുന്നു. അത് കോലാടെന്നാണ്. ഏതായാലും കോലാടിനെയും ചെമ്മരിയാടിനെയും വേർതിരിക്കും. കോലാടെന്നുള്ളതിൻ്റെ മൂലപദം എരിഫോസ് എന്നാണ്, ERIPHOS. ഇംഗ്ലീഷിൽ അതിന് GOAT, ഗോട്ട് എന്നും എഴുതിയിരിക്കുന്നു. ചെമ്മരിയാടുകൾക്ക് പ്രൊബാറ്റോൺ എന്നും കോലാടുകൾക്ക് എരിഫോൺ എന്നും പദം കൊടുത്തിട്ടുണ്ട്. ERIPHOS, എരിഫോസ് എന്നും എരിഫോൺ എന്നും കൊടുത്തിട്ടുണ്ട്. ചെമ്മരിയാട് ഒരിക്കലും തല ഉയർത്തി ആരുടെയും നേരെ പാഞ്ഞു ചെല്ലുകയില്ല. ചെമ്മരിയാട് ഒരിക്കലും ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് പുറങ്കാല് കുത്തി മുൻകാല് വൃക്ഷത്തേൽ ചവിട്ടി മുകളിൽ നിന്ന് തൂപ്പ് പറിച്ച് തിന്നുകയില്ല. ചെമ്മരിയാട് കൂട്ടാടുകളുടെ നേരെ പാഞ്ഞു ചെല്ലുകയും ഇടിക്കുകയും ചെയ്യുകയില്ല. ചെമ്മരിയാടുകൾക്ക് കൊമ്പും ഇല്ല. ചെമ്മരിയാടുകൾ എപ്പോഴും സമർപ്പണത്തിൻ്റെ പ്രത്യക്ഷ ദൃശ്യവും അടയാളവുമാണ്. ഇടയൻ്റെ പുറകിൽ നിൽക്കുകയല്ലാതെ ഇടയൻ്റെ മുന്നിൽ കയറി ഓടുന്ന പരിപാടി ചെമ്മരിയാടുകൾക്ക് പ്രൊബാറ്റോൺ ഇല്ല. എന്നാൽ എരിഫോൺ അങ്ങനെയല്ല. കൊമ്പുണ്ട്, ആരെ കണ്ടാലും എതിർത്ത് നിൽക്കും, കാണുന്നിടത്ത് ഓടി നടക്കും, ചെമ്മരിയാടുകളെ കുത്തിപ്പൊക്കും. അങ്ങനെയൊക്കെയുള്ള ദുഷ്ട സ്വഭാവം ഈ കോലാടുകൾക്കുണ്ട്. താഴെ നിന്ന് ഒരു വകയും തിന്നുകയില്ല. പുല്ലതിനിഷ്ടമല്ല, തൂപ്പാണിഷ്ടം. അതുകൊണ്ട് വൃക്ഷത്തിൽ പുറങ്കാല് കൊണ്ട് ചവിട്ടി മുൻകാല് കൊണ്ട് നിന്ന് ചാടി തിന്നുന്നത് കാണാം. തന്നെയുമല്ല, അതിനിഷ്ടപ്പെടാത്ത ആടുകളുണ്ടെങ്കിൽ കുത്തി മലർത്തും. ആടുകളുടെ മുകളിൽ കയറി നിന്നിട്ടാണ് മറ്റേതൊക്കെ തിന്നുന്നത്. ആത്മീയഗോളത്തിൽ ദുഃഖത്തോടുകൂടെ പറയട്ടെ, ഇന്ന് പ്രൊബാറ്റോണിനേക്കാൾ കൂടുതൽ എരിഫോണും എരിഫോസുമാണ്. കൊമ്പുള്ള ഇടയൻ ആടുകൾ ഒരുപാടുണ്ട്. ആ കൊമ്പുള്ള ആടുകളുടെ ഇടയിൽ ശുശ്രൂഷിച്ച് ഇടയന്മാരും കൊമ്പുള്ളവരായി തീർന്നു. വിനയമില്ലായ്മ, തന്നെത്താൻ ഉയർത്തുക, താഴ്മയില്ലായ്മ, ചെമ്മരിയാടുകളെക്കാൾ ഉയരമുള്ളവർ, തലയെടുപ്പ് കാണിക്കുക, അധികപ്പറ്റു പറയുക, ഒന്നിനും സമ്മതിച്ചു കൊടുക്കാതെ ഏതെല്ലാം വിധത്തിലുള്ള അന്യായങ്ങൾ ചെയ്യാമോ അത് മുഴുവൻ ചെയ്യുക. അതാണ് കോലാടുകളുടെ ദുഷ്ട സ്വഭാവം. ശ്രദ്ധിക്കുക, ആട്ടിൻകൂട്ടത്തിൽ കോലാടുകളുടെ സ്വഭാവത്തിൻ്റെ ദൂഷ്യവശം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ദിവസം ഇടയൻ വരും. മത്തായിയിൽ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതുപോലെ
ആ നല്ല ഇടയൻ, ആ ശ്രേഷ്ഠ ഇടയൻ വന്നിട്ട് 32 വാക്യത്തിലാണ് ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വകഭേദം നടത്തും. ചെമ്മരിയാടുകളോട് ദൈവപുത്രൻ വിളിച്ചു പറയുന്ന അനുഗ്രഹകരമായ വാക്യം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുന്നേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവിൻ. എന്നാൽ കോലാടുകളെയോ അപകടകരമാണ് സംഭവിപ്പാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ആത്മീയകോളത്തിൽ കോലാടുകൾ വേണ്ട, ആത്മീയകോളത്തിൽ ചെമ്മരിയാടുകൾ മതി. 6 സദൃശ്യവാക്യം 30:31 കോലാട്ടുകൊറ്റൻ, ഹീ ഗോട്ട് ട്രാഗോസ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:12, 13, 19, 10:4. ഇത് പാപയാഗത്തിൻ്റെ പരിഹാര മൃഗമായി മാറും. ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ കോലാടുകളുടെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക. ആടുകളെ ഇടിച്ചൊതുക്കുന്ന സ്വഭാവമാകുന്നു ഇടയന്മാരാകുന്ന വ്യക്തികൾക്കുണ്ടെങ്കിൽ അത് കോലാട്ട് സ്വഭാവമാണ്, അത് വേണ്ട. 7 ദാനിയേൽ പ്രവചനം 8:3 കൊമ്പുള്ള ആട്ടുകൊറ്റൻ. അവിടെ കൊടുത്തിരിക്കുന്ന പദം റാം എന്നാണ്. റാം വിത്ത് 2 ഹോൺസ്. നദീതീരത്ത് നിൽക്കുന്നു. ആത്മീയഗോളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആത്മീയ നദിയുടെ തീരത്തും ഇതുപോലെയുള്ള കൊമ്പുള്ള ആട്ടുകൊറ്റന്മാരുണ്ട്. കണ്ടാൽ അറിയാം. ദാനിയേൽ പ്രവചനം 8:6 ഉഗ്രക്രോധത്തോടെ പാഞ്ഞു വരും. വല്ല ഒന്ന് പറഞ്ഞു നോക്ക്, അന്നേരം കാണാം. മൂക്കിൻ്റെ അറ്റത്താണ് കോപം ഇരിക്കുന്നത്. ശുശ്രൂഷകന്മാരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ശുശ്രൂഷകൻ ഇങ്ങനെയാകുന്നുവെങ്കിൽ ആടുകളുടെ കാര്യം പറയണോ? സഭയുടെ ഹോളിൻ്റെ മുൻപിൽ ത്രോണോസിന് പകരം കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുന്ന കോപം നിറയുന്ന വാക്കുകൾ കേട്ട് അപ്പുറത്തിരിക്കുന്ന ആടുകളെ കണ്ടാൽ അറിയാം. ഞെളുവിരിക്കൊണ്ടിരിക്കുകയാണ് പ്രതികാരം നടത്തുവാൻ. എങ്ങനെങ്കിലും ആശീർവാദം കഴിയുമ്പോൾ തുടങ്ങും. 8 അധ്യായം ദാനിയേൽ പ്രവചനം 7 വാക്യം അത് ക്രുദ്ധിക്കും, ഇടിക്കും, തകർക്കും. കോലാടുകളുടെ സ്വഭാവമായി പറഞ്ഞത് 8 അധ്യായം 20 വാക്യം യവന രാജാവിന് തുല്യം നടിക്കുന്ന കൊമ്പനാടുകൾ. സഭ അവരാ സ്ഥാപിച്ചത്. അവർ 5 സെന്റ് സ്ഥലം കൊടുത്തിടത്താണ് സഭാ ഹോള് നിൽക്കുന്നത്. മക്കൾ അമേരിക്കയിലും പേർഷ്യയിലും പോയി കൊടുത്ത കാശ് കൊണ്ടാണ് സഭാ ഹോള് പണിതിരുന്നത്. വർഷം തോറും അവരൊരു കൺവെൻഷൻ നടത്തുന്നു. മാസയോഗത്തിൽ മുന്തിയ ഭാഗം അവർ കൊടുക്കുന്നു. അവരുടെ വയലിൽ നിന്ന് കൊയ്തു കൊണ്ടുവന്ന നെല്ല് കൊടുത്തിട്ടാണ് അവർ ആഹാരം കൊടുക്കുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കൊമ്പന്മാരായ ആടുകൾ, കോലാട്ടുകൊറ്റന്മാർ ആത്മീയഗോളത്തിൽ ഇന്ന് ഉണ്ടല്ലോ, ഇല്ലെന്ന് പറയരുത്. അവരിങ്ങനെ പുറകിലത്തെ കസേരകളിൽ ഇരിക്കുകയും ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അന്ന് അവിടെ നടക്കുവാൻ പോകുന്ന ഭൂകമ്പങ്ങളും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. അവരുടെ കഴിവ് ഒക്കെ പറയുന്നത് ആനുവൽ മീറ്റിങ്ങിലും മറ്റുമാ. ദാനിയേൽ പ്രവചനം 8:3 കൊമ്പുള്ള കോലാട്ടുകൊറ്റന്മാർ ആത്മീയഗോളത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരുടെയും പ്രീതി സമ്പാദിക്കല്ല, ദൈവവചനം പറയുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉൽപ്പത്തി പുസ്തകം 22:13 ഒരു ദിവസം നിന്റെ കൊമ്പ് വള്ളിച്ചെടിയിൽ കുരുങ്ങും. ദിനവൃത്താന്തം 1 കൊമ്പുയർത്തുന്നത് ദൈവം നാമ മഹത്വത്തിനായിരിക്കണം. നിനക്ക് ദൈവം കൊമ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. ദർശകനായിരുന്ന ഹേമാന്റെ 14 പുത്രന്മാരും 3 പുത്രിമാരും അവർക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. സ്തോത്രം. ആകയാൽ വാത്സല്യ ദൈവദാസിദാസന്മാർ എന്നെ കേൾക്കുന്നവർ, 7 വിധ ആടുകളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതിൽ നമുക്ക് കോലാട് വേണ്ട, ഇതിൽ നമുക്ക് പാഞ്ഞു വരുന്ന കോലാട്ടു കൊറ്റന്മാർ വേണ്ട, അടുത്തത് കൊമ്പുള്ള ആട്ടുകൊറ്റനും വേണ്ട. താഴ്മയുടെ പ്രതിരൂപമാകുന്ന ചെമ്മരിയാടുകളായി ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാം. അതിനാവശ്യമായ കൃപ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ കേൾവിക്കാരായ ദൈവദാസിദാസന്മാർ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണം. നല്ല ചെമ്മരിയാടുകളെ പോലെ ഇടയൻ്റെ പുറകെ നടക്കുന്ന നല്ല ഇടയൻ്റെ കീഴിൽ ദൈവകുഞ്ഞുങ്ങാടുകളായി നിരുപാൻ ഞങ്ങൾക്ക് കൃപ തരണം. എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ.